ഈശ്വരനാണിന്ധനം, ഈശ്വരനാണിൻ ബലം. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം. പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവഴികളിലൂടെ യാത്ര എന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണിന്ധനം, ഈശ്വരനാണിൻ ബലം, ഈശ്വരനാണിന്ധനം. ഗായക സംഘത്തിന്റെ ഗാനമേളയും സ്കിറ്റും എല്ലാം നമ്മെ കാത്തിരിക്കുന്നതിനാൽ അധികം ദീർഘിപ്പിക്കാതെ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ആദ്യമായി ഇങ്ങനെ ഒരു ദിവസം നമുക്ക് ഒരുക്കി തന്ന ദൈവത്തോടും നമ്മുടെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. മിഷൻ ഫെസ്റ്റ് എന്ന ആശയം അവതരിപ്പിച്ച് അത് നടപ്പിൽ വരുത്തി അതിലൂടെ നമ്മുടെ മക്കളെയും ഇടവക കുടുംബത്തെയും മുഴുവനായും കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ നേതൃത്വം നൽകിയ വേദിയിലെ അധ്യക്ഷനും നമ്മുടെ പ്രിയപ്പെട്ട വികാരിയുമായ റവറൻഡ് ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കലച്ചനെ ഏറെ സ്നേഹത്തോടെ നന്ദിയുടെ പൂച്ചെണ്ട് അർപ്പിക്കുന്നു. വികാരിയച്ഛനോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ലിൻസൺ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളോട് ഇടപെടുന്ന വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ പ്രിൻസിപ്പൽ ജോയ് മാഷിനെ സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. മിഷൻ ഫെസ്റ്റിന്റെ 1ാം ഘട്ടത്തിലെയും ബിരിയാണി ഫെസ്റ്റിന്റെയും മിഷനേവ് പ്രോഗ്രാമിന്റെ കൺവീനറുമായ നല്ല നേതൃത്വം ഏറ്റെടുത്ത് കാഴ്ചവെക്കുന്ന ജോസ് വല്ലപ്പാടി മാഷിനെ പ്രത്യേകം ഓർക്കുകയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വേദി അലങ്കരിച്ച് ആശംസ അർപ്പിച്ച് സംസാരിച്ച ട്രസ്റ്റി ശ്രീ വിൽസൺ തണ്ടാശ്ശേരിയെയും ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച കൈക്കാരന്മാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. അവരുടെ സ്നേഹത്തിനും പ്രോത്സാഹനങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. മിഷനേവ് പ്രോഗ്രാം മനോഹരമാക്കാൻ ദിവസങ്ങളോളം കുട്ടികളെ പരിശീലിപ്പിക്കുകയും വിശ്വാസ പരിശീലകരെയും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളെയും ഗാനമേളയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന ഗായക സംഘത്തെയും സ്കിറ്റ് അവതരിപ്പിക്കുന്നവരെയും സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് എല്ലാവർക്കും നന്ദിയുടെ പൂച്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ സ്റ്റാളുകളിലായി രുചിവൈവിധ്യമേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കാനും വിതരണം ചെയ്യാനും പ്രവർത്തിച്ച വിശ്വാസ പരിശീലകർ, മേഖല ഭാരവാഹികൾ, വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ, ഇടവക അംഗങ്ങൾ തുടങ്ങിയ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. ഒരു സ്കൂളിലൊരു ടീച്ചർ പറയാണ്, നമ്മുടെ മക്കള് പഠിക്കാൻ മിടുക്കരാണ്, പലതിലും അവർ മുന്നിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ മൂല്യ ശോഷണം സംഭവിച്ചിട്ടുള്ളൊരു കാലഘട്ടമല്ലേ, നമുക്ക് അനാഥശാലകളിൽ കുറച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയെങ്കിലോ എന്നൊരു ടീച്ചർ ഒരു മീറ്റിങ്ങിൽ, സ്റ്റാഫ് മീറ്റിങ്ങിൽ റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ലൈൻ ബസ്സിൽ അധികം കാശൊന്നും ചിലവാക്കാതെ നമ്മുടെ മരത്താക്കരയുള്ള ആ അനാഥശാല എന്ന് പറഞ്ഞാൽ ആരും അനാഥരല്ല, പക്ഷെ അവരെ നോക്കാനായിട്ട് മക്കളൊന്നും തുനിയുന്നില്ല. മക്കളൊക്കെ ഉപേക്ഷിച്ച ആളുകളാണ്. മക്കളില്ലാതല്ല, മക്കൾ അവരെ നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് ഈ മരത്താക്കരയുള്ള കന്യാസ്ത്രീകളുടെ ഓർഫനേജ് ആ ഹൗസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ കുട്ടികൾ നടത്തി, അതുമാതിരി കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് പങ്കുവെച്ചു. അങ്ങനെ അവർ മടങ്ങി വീട്ടിലോട്ട് പോയി. സ്കൂളിലേക്ക് വന്നിട്ട് അവർ വീട്ടിലോട്ട് പോയി. അവരെല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും വീട്ടിൽ പോയിട്ട് അവരുടെ അപ്പച്ചനെയും അമ്മച്ചിയുടെയും അടുത്ത് പോയിട്ട് പറഞ്ഞു, അത്ര അപ്പച്ചനെയും അമ്മച്ചനെയും ഞങ്ങൾ ഇങ്ങനെ അനാഥരാക്കി വിടില്ല, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, എന്ത് അവസ്ഥ വന്നാലും അപ്പച്ചൻ്റെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ, ഹിന്ദുക്കളും കുറേ ആൾക്കാരുണ്ട്, അവരുടെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നൊക്കെ അവിടെ പറയുകയുണ്ടായി. എന്നിട്ട് അതിലെ കുറച്ച് കാരണന്മാർ, 1-2 കാരണന്മാര് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ അടുത്തേക്ക്, എയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അത്ര ഇങ്ങനെ ഒരു സ്കൂളില് ഇങ്ങനെയൊക്കെ സംഭവിച്ചു സാർ, അത് ഒന്നും പറയണം. എല്ലാ സ്കൂളുകാരും ഇങ്ങനെ വാദിച്ച്
മാർക്ക് കിട്ടാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് വാദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നത് അഭികാമ്യമല്ലേ, നല്ലതല്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കണ്ടേ, നല്ലതല്ലേ എന്ന് ഒരു പാരന്റ് അവിടെ AEOന്റെ അടുത്ത് സംസാരിക്കുകയാണ്. AEO ഞങ്ങളുടെ സ്കൂളുകാരെ ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ വലിയൊരു മീറ്റിങ്ങിൽ അധ്യാപകരെ മാഷ്മാർക്കുള്ള ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ നല്ലൊരു അപ്രീസിയേഷൻ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ AEO അന്ന് പറയാണ്, ഹിന്ദുവാണ് AEO, ഒരു ലേഡിയാണ്. ലേഡി പറയാണ്, നിങ്ങൾ മാക്സിമം മാർക്ക് മേടിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതിലും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ കാണിക്കി നല്ല മനുഷ്യരായിട്ട് അവർ തീരട്ടെ. ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് പറ്റണമെങ്കിൽ അങ്ങനെ ഇല്ലാത്തവരിലേക്ക് അത് കൊടുക്കാൻ, ഇല്ലാത്തവർക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ, പങ്കുവെക്കാൻ നമ്മൾ തയ്യാറായേ മതിയാകും. അതിൻ്റെ ഒരു അരികു പിടിച്ചാണ് നമ്മളിവിടെ മിഷൻ ഫെസ്റ്റ് ബിരിയാണി ചലഞ്ച് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. രണ്ടാം ഘട്ടമായ മിഷൻ ഈവ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അർത്ഥവത്തായ ഒരു പ്രായോഗിക പരിശീലനം കൂടിയാണിത്. നൂതനമെന്ന് നമുക്കൊക്കെ തോന്നാം, പക്ഷേ നമ്മളിത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. നമ്മൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും ഒരു പങ്ക് വകഞ്ഞു മാറ്റപ്പെട്ടവർക്ക്, സമൂഹത്തിലെ നിന്നും പലതരത്തിലെ വലിയ മെയിനായിട്ടുള്ള മെയിൻ സ്ട്രീമിൽ നിന്നും പലതരത്തിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവർക്ക്, പ്രായമായവർക്ക്, മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, അങ്ങനെ തുടങ്ങി ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഒരിക്കലും പൊടി തട്ടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈശോ തൻ്റെ ഈ ലോക ജീവിതം 30 വർഷക്കാലം ഒരുങ്ങിയും 3 വർഷക്കാലം പരസ്യ ജീവിതം നയിച്ചും മനുഷ്യരുടെ മുമ്പിൽ കാഴ്ചവെച്ച് സ്വർഗത്തിലേക്ക് കരേറിയ ദൈവപുത്രനാണ്. ഈശോയുടെ പരസ്യ ജീവിതം 3 വർഷം ആകത്തുക ഒന്ന് നോക്കിയാൽ യഹൂദരുമായിട്ടുള്ള സംവാദങ്ങള്, പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ചില പുതിയ കാഴ്ചപ്പാടുകള്, യഹൂദ നിയമത്തെ അടിമുടി